ഗോപിയാശ തനിക്ക് ഗുരുതുല്യനാണെന്ന സുരേഷ് ഗോപി. ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കേണ്ടത് താനല്ല, പാർട്ടിയാണ്. അതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലാമണ്ഡലം ഗോപിയുടെ മകനായ രഘുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. എം മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അതിനു മുമ്പ് സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക്. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അതെല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനോജ്. ഈ പോസ്റ്റ് വിവാദത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. വിവരങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് സുരേഷ് ഗോപിയെ പ്രചാരണത്തിന് വേണ്ടി, അദ്ദേഹത്തെ ഗോപി ആശാനെ സ്വാധീനിക്കുവാൻ വേണ്ടി പല VIP-കളും ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഈ ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. താൻ ആരെയും ഇക്കാര്യം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കുവാൻ തനിക്ക് ഉദ്ദേശവുമില്ല എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗോപി ആശാൻ തനിക്ക് ഗുരുതുല്യനാണെന്നും ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് താനല്ല, പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പാർട്ടി പറഞ്ഞാൽ ഗോപി ആശാന്റെ അടുത്ത് അനുഗ്രഹം തേടി പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടെന്ന് കരുതുന്നില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. അദ്ദേഹം അനുവദിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പന് മുന്നിൽ ഗോപി ആശാനുള്ള കാണിക്ക സമർപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ തരത്തിലുള്ള ഒരു വിവാദത്തിനാണ്, അതായത് സുരേഷ് ഗോപിയുടെ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള കുപ്രചാരങ്ങളും അയച്ചുവിടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഗോപി ആശാനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഗോപി ആശാനെ ഈ വോട്ടിനും അല്ലെങ്കിൽ തന്നെ സഹായിക്കണമെന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പലരും വിളിച്ചു എന്നുള്ള രീതിയിൽ ഗോപി ആശാന്റെ മകൻ പോസ്റ്റ് ഇടുന്നത്. ഈ ഗോപി ആശാന്റെ മകനായിട്ടുള്ള രഘു ആൾ ഒരു CPM-ന്റെ അനുഭാവി കൂടിയാണ്. തുടർന്നാണ് ഇത്തരമൊരു പോസ്റ്റ് ഇടുന്നതും അത് വിവാദമാകുന്നത്. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് സുരേഷ് ഗോപി നൽകിയിട്ടുള്ളത്. കാരണം തന്റെ ജോലി എന്ന് പറയുന്നത്, അതായത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നു, എന്നാൽ ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ വ്യക്തികളെയും കാണുന്നത്. എന്തായാലും ഈ വിഷയത്തെ പറ്റി ഈ പോസ്റ്റ് താൻ കണ്ടിട്ടുമില്ല. എന്തായാലും ഈ വിഷയത്തെ പറ്റി തനിക്ക് അന്വേഷിക്കണമെന്ന ആഗ്രഹമില്ല എന്നാണ് ഈ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. ശരി, എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.